ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന ഗവർണറുടെ ആഹ്വാനത്തിനെതിരെ പ്രതിഷേധം കനക്കുന്നു. മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുന്നതാണ് നിർദ്ദേശമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു. വിഭജന ഭീതി ദിനം ആചരിക്കാൻ ശ്രമിച്ചാൽ തടയുമെന്ന് എസ്എഫ്ഐ നേതാക്കൾ പ്രതികരിച്ചു. പ്രതിഷേധങ്ങൾക്കിടെ ദിനാചരണം ആവശ്യപ്പെട്ട് കേരള കണ്ണൂർ വിസിമാർ കോളേജുകൾക്ക് കത്തയച്ചു. ഓഗസ്റ്റ് 14 സർവകലാശാലകൾ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന ആഹ്വാനം ഗവർണർ നിയമിച്ച സർവകലാശാല വൈസ് ചാൻസലർമാർ ഏറ്റെടുത്തു. കോളേജുകളിൽ ഇന്ത്യ പാക് വിഭജനവുമായി ബന്ധപ്പെട്ട് സെമിനാറുകളും നാടകങ്ങളും ഉൾപ്പെടെ സംഘടിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. വിഭജന ഭീതി ദിനം കേരളത്തിൽ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഈ നിലപാട് മറികടന്നാണ് ഇന്ന് കേരള കണ്ണൂർ വിസിമാർ കോളേജുകൾക്ക് നിർദ്ദേശം നൽകിയത്. സർക്കുലറിനെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണം. സ്വാതന്ത്ര്യത്തിന്റെ തലേന്ന് വിഭജന ഭീകരതാ ദിനമായിട്ട് ആചരിക്കാനുള്ള ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ആഹ്വാനം അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. പരിപാടി നടത്തിയാൽ തടയുമെന്ന് എസ്എഫ്ഐ അറിയിച്ചു. ആ പരിപാടി ഏത് ക്യാമ്പസിൽ നടത്തിയാലും ഞങ്ങൾ തടയും. ഇനി ഗവർണർ ഇറങ്ങി വന്ന് നടത്താം എന്നാണ് കരുതുന്നതെങ്കിൽ ഏത് ക്യാമ്പസിലും വന്നോളൂ, ഞങ്ങൾ തടയും. പിന്നീട് വിഭജന ഭീതി ദിനാചരണം നിർബന്ധപൂർവ്വം നടത്തേണ്ടതില്ലെന്ന് കേരള സർവകലാശാല മുൻ സർക്കുലർ തിരുത്തി നിർദ്ദേശമിറക്കി. മീഡിയ 1 തിരുവനന്തപുരം.